നമസ്കാരം കുട്ടികളും, സുബർ സാറാണ്. നമ്മൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള അരിത്മെന്റ് സീക്വൻസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റിനെ ഏറ്റവും സിമ്പിൾ മെത്തേഡിലും ഏറ്റവും ന്യൂ മെത്തേഡിലുമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് ഇത്തിരി വലിയ ചോദ്യമാണ് കേട്ടോ. കുറേ ബ്രാഞ്ചസ് ഉള്ള ക്വസ്റ്റൻ, കുറേ പാർട്സുകളുള്ള ക്വസ്റ്റൻ ആണ്. ഇതിനെ നമുക്ക് പഠിക്കുമ്പോൾ കുറച്ച് ലോജിക്കൽ ഓപ്പറേഷൻസുകളും ആ രീതിക്കുള്ള തോട്ട്സുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ പഴയ മാതിരിയല്ല, ഫുള്ളി ഫോർമുല ബേസ്ഡ് അല്ല. എന്ന് പറഞ്ഞാൽ ഫോർമുല കാണാതെ പഠിച്ചങ്ങ് ചെയ്യുക എന്നുള്ളതല്ല അവർ ഉദ്ദേശിക്കുന്നത്. കാര്യം മനസ്സിലാക്കി ഉപയോഗിക്കാൻ പഠിക്കുക, അതാണ് നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കുറേ ചോദ്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. അവനെ ആ രീതിയിൽ കൂടെ നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സ്പീഡ് കിട്ടും, നല്ല രീതിയിൽ കൂടെ പഠിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതേപോലുള്ള ക്ലാസ്സുകൾ ഈ പറയുന്ന രീതിയിൽ കൂടെ സൂപ്പറായിട്ട് ഓരോ ചോദ്യങ്ങളെ ചെയ്ത് കിട്ടുന്ന ക്ലാസ്സുകളായിരിക്കും. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഫോർത്ത് ടൈം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 8. ഓക്കെ, നാലാമത്തെ ടൈം 8 ആണെന്ന് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഇങ്ങനെ എഴുതി വന്നപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്തിൽ എഴുതിയേക്കുന്നത് 8, മറ്റുള്ളത് നമുക്ക് അറിയത്തില്ല. ഓക്കെ, നാലാമത്തെ ടൈം 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സം ഓഫ് ആരൊക്കെയാമോനെ? തേർഡ് ആൻഡ് ഫിഫ്ത്ത്. നെക്സ്റ്റ് എന്താ മോനെ? സെക്കൻഡ് ആൻഡ് സിക്സ്ത്, ഫസ്റ്റ് ആൻഡ് സെവൻത്, സം ഓഫ് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സെക്കൻഡ് ടു സിക്സ്ത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടേം തൊട്ട് ആറാമത്തെ ടേം വരെ, രണ്ടാമത്തേത്, മൂന്നാമത്തേത്, നാലാമത്തേത്, അഞ്ചാമത്തേത്, ആറാമത്തെ, അത്രയും പേരെ കൂട്ടിയാൽ എത്ര ആണ്? നെക്സ്റ്റ് ഫസ്റ്റ് ടു സെവൻത്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതെല്ലാം ഒരൊറ്റ ഡേറ്റായെ വെച്ചോണ്ടാ ചെയ്യേണ്ട. ഒരൊറ്റ കാര്യമേ തന്നുള്ളൂ. എന്ത് കാര്യം മാത്രം മോനെ? നാലാം പദം എത്രയാണ് മോനെ? ഫോർത്ത് ടേം ആരാണെന്നാണ്? 8. അപ്പൊ ഇതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഫുള്ളി, അല്ല വേറെ സംഭവങ്ങളേ ഇല്ല. അതിനുവേണ്ടി ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ കൂടെ അങ്ങോട്ട് കാണിക്കാം. ഓക്കെ, അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട മാക്സിമം ഇപ്പൊ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് തുടങ്ങാം. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് മറ്റുള്ള കുട്ടികളോട് എത്തിയാൽ നമ്മളെ ചാനലും മാക്സിമം ആൾക്കാരുടെ എത്തും. പുതിയ പുതിയ ക്വസ്റ്റ്യൻസുകൾ പുതിയ മെത്തേഡ് കിട്ടുകയും ചെയ്യും. ഓക്കെ, നോക്കാം. ഞാനൊരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതുകയാണ്. നോക്കാം. 2, 5, 8, 11, 14, 17, 20 ഇങ്ങനെ അങ്ങോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇത് 7 ടേംസ് ഉണ്ട് കേട്ടോ. കറക്റ്റ് 7 ടേംസ് ഉണ്ട് ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ടൈം എല്ലാവർക്കും അറിയാം. ഇതാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്. ഇവിടെ എല്ലാ ഈ ടേംസുകൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് മോനെ. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പ്രോബ്ലം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, നല്ല രസകരമായിട്ടുള്ള കുറേ റിലേഷൻഷിപ്പ് ഉണ്ട് ഇതിനുള്ളിൽ. അതൊന്ന് കാണിക്കാം, ശ്രദ്ധിക്കുക മോനെ. ഇതാണ് ഫസ്റ്റ് ടൈം അല്ലേ? ഇത് നമ്മുടെ സെക്കൻഡ്, ഇത് തേർഡ്, ഇത് നമ്മുടെ ഫോർത്ത്, ഇത് നമ്മുടെ ഫിഫ്ത്ത്, ഇത് സിക്സ്ത്, ഇതാരാണ് മോനെ? സെവൻത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ അവര് ചോദിച്ചിരുന്നത് എന്താ മോനെ? നാലാമത്തെ ടൈം 8. അപ്പൊ ഇവിടുത്തെ നാലാമത്തെ ടൈം ആരാ മോനെ? 11 ആണ് അല്ലേ? 11 ആണ് ഇവിടുത്തെ നാലാമത്തെ ടൈം. ആ 11 എന്നുള്ള ടൈമിന് ഇവിടുത്തെ പലരുമായിട്ടും പല രീതിയിൽ കൂടെയുള്ള ബന്ധമുണ്ട് മോനെ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം എഴുതിയ മൂന്നാമത്തെ ടൈമും മൂന്നാമത്തെ ടൈം, തേർഡ്, പിന്നെ ആരാ? ഫോർത്ത്, ഫിഫ്ത്ത്, ഇത് മൂന്നും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അത് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആവും. അപ്പൊ അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ സെക്കൻഡ്, തേർഡ് ആൻഡ് ഫിഫ്ത്ത് അത് മാത്രം ഒന്ന് ആഡ് ചെയ്യാം. അതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെയ്യാം. ഓക്കെ, തേർഡും പിന്നെ ആരാ മോനെ? ഫിഫ്ത്തും. തേർഡ് ഫിഫ്ത്തും എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലായി, ഓ നാലാമത്തെ ടൈമിന്റെ അപ്പുറം ഇപ്പുറം അല്ലേ? ഇവിടെ നാലാമത്തെ ടൈമിലെ തന്നേക്കുന്നത്. ഇവിടെ ഈ നാലാമത്തെ ടൈം 11. നമ്മൾ കൂട്ടാൻ പോകുന്നത് നാലാമത്തെ ടൈം ഇപ്പുറത്തുള്ള മൂന്നാമത്തെ ടൈമും നാലാമത്തെ ടൈം കഴിഞ്ഞുള്ള അഞ്ചാമത്തെ ടൈം അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഞാൻ കൂട്ടുമ്പോ എത്രയൊക്കെയാ? 8 പ്ലസ് എത്ര? 14 അല്ലേ? 8 പ്ലസ് 14 എത്ര മോനെ കിട്ടുന്നത്? 22 ഉണ്ടോ? 22. അപ്പൊ ഈ 22-ന് എന്താണ് പ്രത്യേകം നോക്കിയാൽ മോനെ? കറക്റ്റ് ആ നാലാമത്തെ ടൈം എത്ര മോനെ? 11-ന്റെ അതിന്റെ ഇരട്ടി അല്ലേ മോനെ കിട്ടിയിരിക്കുന്നത്? ദാറ്റ് മീൻസ് 2 ഇൻറ്റു ഫോർത്ത് ടൈം അല്ലയോ? ആൻസർ ഈസ് 2 ഇൻറ്റു 11. ആൻസർ ആരാണ്? 22 ഉണ്ടോ? അപ്പൊ എന്താണ് അവിടുത്തെ റിലേഷൻഷിപ്പ് നോക്കിക്കാൻ മോനെ? നമുക്ക് നാലാമത്തെ ടൈം അറിയാമെങ്കിൽ തൊട്ടിപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ള മൂന്നാമത്തേന്റെയും അഞ്ചാമത്തേന്റെയും സമം എന്ന് പറഞ്ഞാൽ ഈ നാലാമത്തെ ടൈമിന്റെ ഇരട്ടിയാണ് എന്നർത്ഥം. നാലാമത്തെ ടൈമിന്റെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തുള്ള ടൈംസിന്റെ സമം എന്ന് പറഞ്ഞാൽ നാലാമത്തേന്റെ ടൈമിന്റെ എന്താണ് മോനെ? ഇരട്ടി. നാലാമത്തെ ടൈം കണ്ടോ? 11 ആയിരുന്നു. 11-ന്റെ കറക്റ്റ് 22 ഉണ്ട്. ഇരട്ടി അല്ലേ മോനെ കിട്ടിയത്?
അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തേർഡ് ആൻഡ് ഫിഫ്ത്തിന്റെ സം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നാലാമത്തെ ടേമിന്റെ ഇരട്ടി എടുത്താൽ മതി. നാലാമത്തെ ടൈം 8 മോനെ. അങ്ങനെയാണ് അതിന്റെ ഇരട്ടി എത്ര മോനെ? 16. അത്രേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? 16. നല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടൈമും ആറാമത്തെ ടൈം പിന്നെ നമുക്ക് വീണ്ടും ഇവിടെ എത്താം. രണ്ടാമത്തെ ടൈം മോനെ ഏതാ മോനെ ഇവിടുത്തെ രണ്ടാമത്തെ ടൈം? x2 എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. രണ്ടാമത്തെ ടൈം അടുത്ത 6th ആറാമത്തെ 17 അല്ലേ? x6. ഓക്കെ, ഇത് നമുക്ക് കൂട്ടി നോക്കാം. ഇത് നമുക്ക് കൂട്ടുമ്പോൾ എത്ര മോനെ കിട്ടുന്നത്? 5 + 17. ഇതാണ്ടാ വീണ്ടും 22. വീണ്ടും 22 കിട്ടി. വീണ്ടും 22 കിട്ടിയത്. അപ്പൊ അവിടെ എന്താ പ്രത്യേകം നോക്കിക്കാ മോനെ? ഇവിടെ നോക്കിക്കേ, നാലാമത്തെ ഇപ്പൊ നമ്മളിപ്പോ എടുത്ത ടൈമൊക്കെ സെക്കൻഡ് 6th അല്ലെ? സെക്കൻഡ് 4th 6th ഇത് ഞാൻ 3 ഒന്ന് മാർക്ക് ചെയ്തു. സെക്കൻഡിന്റെയും 6ന്റെയും സം ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അവിടെ ഒരു പ്രത്യേകത മോനെ, ഈ സെക്കൻഡിന്റെയും 6ന്റെയും കറക്റ്റ് നടുക്ക് വരുന്ന മോനെ 4th. ശരിയല്ലേ മോനെ? 2, 4, 6 നമ്മൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ 4 എന്ന് പറഞ്ഞാൽ ഈ 2നും 6നും ഇടയിലല്ലേ വരുന്നത്? കറക്റ്റ് നടുക്കല്ലേ? മിഡിൽ ടൈം അല്ലേ? മധ്യപദമല്ലേ? അപ്പോൾ അവിടെയും നാലാമത്തെ ടൈമിന്റെ എന്തെടുത്താൽ മതി എന്ന് ഇരട്ടി എടുത്താൽ രണ്ടാമത്തേന്റെയും ആറാമത്തേന്റെയും തുക കിട്ടും. അത്രയുള്ള സം കിട്ടും. അപ്പൊ രണ്ടാമത്തെ ടൈമിന്റെയും ആറാമത്തെ ടൈമിന്റെയും തുക എന്ന് പറഞ്ഞാൽ അതിന്റെ മധ്യപദത്തിന്റെ ഇരട്ടിയായിരിക്കും. മീൻസ് മിഡിൽ ടൈമിന്റെ ഡബിൾ ആയിരിക്കും. ഇവിടുത്തെ മിഡിൽ ടൈം എത്ര മോനെ? മിഡിൽ ടൈം എത്രയെന്ന് നോക്കിക്കേ. ഈ രണ്ടാമത്തേന്റെയും ആറാമത്തേന്റെയും കറക്റ്റ് നടുക്ക് വരുന്നില്ലയോ? നാലാമത്തേത് കണ്ടോ? ഇത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നടുക്കാണ് നാലാമത്തെ അല്ലേ? അപ്പോൾ രണ്ടാമത്തേന്റെയും ആറാമത്തേന്റെയും സമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ നാലാമത്തെ ടൈമിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ നമുക്ക് സെക്കൻഡ് + 6 എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ആൻസർ ഇതിന്റെ ഇരട്ടി. ആൻസർ ആരാ മോനെ? 16. 2 × 4th ടൈം കേട്ടോ. ഇതിന്റെ എഴുതുമ്പോൾ ആൻസർ എഴുതുമ്പോൾ 2 × മിഡിൽ ടൈം, ദാറ്റ് ഈസ് 2 × 8. ആൻസർ എത്ര മോനെ? 16. ഇവിടെ മിഡിൽ ടൈം എത്രാമത്തെയാ മോനെ? 4th. ഓക്കെ, സെക്കൻഡിന്റെയും 6ന്റെയും നടുക്ക് വരുന്നത് 4th അല്ലേ മോനെ? 2, 4, 6 കറക്റ്റ് വിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ഒന്നാമത്തേന്റെ ഏഴാമത്തേന്റെ ഇപ്പൊ വീണ്ടും ഇവിടെ എത്താം. ഒന്നാമത്തെ എത്ര മോനെ? ഇവിടെ 2 അല്ലേ? ഏഴാമത്തെ എത്ര മോനെ? 20. ഇവിടെ അതും 22. അവിടെ എല്ലാം ഒരു പ്രത്യേകത ഉണ്ട്. 22 കണ്ടോ? 22. ഈ 22 എന്ന് പറയുന്നത് ഇവിടുത്തെ കറക്റ്റ് ഈ നാലാമത്തെ ടൈമിന്റെ ഇരട്ടിയല്ലേ മോനെ? ആണല്ലോ. അപ്പൊ നോക്കിക്കേ, 1, 4, 7 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് ടൈമും നമ്മുടെ ഇപ്പൊ 7th ടൈമും തമ്മിലാണ് കണ്ടോ? ഫസ്റ്റ് ആൻഡ് 7th. ഫസ്റ്റ് 4th 7th നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ 4th എന്ന് പറഞ്ഞാൽ ഫസ്റ്റിന്റെയും 7ന്റെയും നടുക്കല്ലേ? കറക്റ്റ് അല്ലേ? ശരിയല്ലയോ? 1, 3, 4, 4, 3, 7 കറക്റ്റ് വ്യത്യാസത്തിലാണ് കിടക്കുന്നതുകൊണ്ട് ഇയാൾ ഇവിടെ അവനെ നടുക്കാം. അപ്പൊ ഒന്നാമത്തെ ടൈമിന്റെയും ഏഴാമത്തെ ടൈമിന്റെയും നടുക്കാണ് 4th ടൈം. ശരിയല്ലേ? അപ്പോൾ ഒരാൾ ക്യൂ നിൽക്കുന്നു, ഇങ്ങനെ 7 പേര് ഇങ്ങനെ വരിയായിട്ട് നിൽക്കുന്നു. അപ്പൊ ഒന്നാമത് നിൽക്കുന്നവനും ഏഴാമത് നിൽക്കുന്നവനും ഫസ്റ്റ് ലാസ്റ്റും ആണ്. അപ്പൊ നടുക്ക് നിൽക്കുന്നവൻ എത്രാമത്തെ അവന്? 4ാമത്. അപ്പോൾ 4ാമത്തെ ടൈമിന് ഇവർക്കായിട്ടൊക്കെ എല്ലാവരും ബന്ധമുണ്ട്. ഒന്നാമത്തേന്റെയും ഏഴാമത്തേന്റെയും നടുക്ക് വരുന്നതാണ് 4th ടൈം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തേന്റെയും ഏഴാമത്തേന്റെയും സംശയിച്ചാൽ 2 × മിഡിൽ ടൈം, ദാറ്റ് ഈസ് 2 × 4th ടൈം. ആൻസർ 2 × 8, ദാറ്റ്സ് ഓൾസോ 16. അതും 16. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് മക്കളെ ഒരു ലൈക്ക് ഒട്ടും തരാൻ മടിക്കേണ്ട, ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കേണ്ട. ഓക്കെ, ഇനി നമുക്ക് 3rd, 4th, 5th. ഓക്കെ, 3rd, 4th, 5th. ഇവിടുത്തെ 3rd, 4th, 5th എന്ന് പറയാം ഇവിടെ വരാം പിന്നെയും. ഓക്കെ, ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് റബ്ബ് ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് ഇലക്ട്രോണിക് ബോർഡൊന്നും അല്ലല്ലോ, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇലക്ട്രോണിക് ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയാക്കാൻ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 3rd, 4th, 5th ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ പോവാണ്. 3rd + 4th + 5th ഒന്ന് കൂട്ടി നോക്കാം അല്ലേ? 3rd ആരാ മോനെ? 8. ഓക്കെ, 4th 11, 5th 14. ഇതെങ്ങനെയാണെന്ന് കൂട്ടിക്കാൻ മോനെ എളുപ്പം? എന്തെങ്കിലും പ്രത്യേകത കിട്ടുന്നുണ്ടോ നോക്കിക്കേ. 11, 8, 19, 14, 33 അല്ലേ? 33 ഒരു നമ്പർ കിട്ടി. പക്ഷെ അതിനൊരു പ്രത്യേകത ഉണ്ട് മോനെ. ഇതിപ്പോ എത്ര ടൈംസിനാണ് നമ്മൾ കൂട്ടിയത്? 3rd, 4th, 5th എന്ന് പറയുമ്പോൾ എത്ര ടൈംസ് വന്നു? 3 ടൈംസ് ആണല്ലോ. ഈ 3 ടൈംസ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ അല്ലേ? 3 എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് അല്ലേ മോനെ? ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആണ് കൂട്ടിയത്. 3 ടൈംസ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആണ് നമ്മൾ കൂട്ടിയത്. ഓഡ് നമ്പർ ഓഫ് ടൈംസ് കൂട്ടുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് മോനെ.
ഓഡ് നമ്പർ ഓഫ് ടേംസിന്റെ സം. ഈവൻ നമ്പർ അല്ല, 4 ടേംസോ 6 ടേംസോ അല്ല, 3 ടേംസ്, 5 ടേംസ്, 9 ടേംസ്, 11 ടേംസ്, 15 ടേംസ്, ഇതിനെല്ലാം ഓഡ് നമ്പർ ഓഫ് ടേംസ്. ഇതിനെല്ലാം ഒരു പ്രത്യേകത ഉണ്ട് മോനെ, അതങ്ങോട്ട് അറിഞ്ഞാൽ പ്രോബ്ലം ഈസിയാ. അപ്പോൾ 3rd, 4th, 5th എന്ന് പറയുന്ന സംഭവം എന്ന് പറയുമ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്. നമുക്ക് കിട്ടിയത് 33 ആണ്. കറക്റ്റ് ഈ നടുക്ക് കിടക്കുന്ന ടേമിന്റെ മോനെ 3 ടൈംസ് ആ മോനെ. അത് 3 ടൈംസ് എന്നെങ്ങനെയാ എനിക്ക് വന്നത്? 3 ടൈംസ് കൂട്ടുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ 3 ഗുണം മിഡിൽ ടേം, 3 ടൈംസിന് സമമാകുമ്പോൾ 3 ഗുണം മിഡിൽ ടേം. 5 ടൈംസിന് സമമാണെങ്കിൽ 5 ഇൻറ്റു മിഡിൽ ടേം. 7 ടൈംസിന് സമമാണെങ്കിൽ 7 ഇൻറ്റു മിഡിൽ ടേം. അതാണ് എന്റെ. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു മിഡിൽ ടേം, 3 ഇൻറ്റു മിഡിൽ ടേം എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു ഇവിടുത്തെ മിഡിൽ ടേം എത്ര? 4th, ദാറ്റ് ഈസ് 3 ഇൻറ്റു 4th എത്ര മോനെ? 11. ആൻസർ കറക്റ്റ് ആരെ കിട്ടുന്നുണ്ട്? 33 കിട്ടി. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇവിടെ കണ്ട 3rd, 4th, 5th എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു മിഡിൽ ടേം. ഓക്കെ, that is 3 into 4th term, that is 3 into 11. Answer is 33. That's all. Similarly, sum of 2nd to 6th. മോനെ 2nd to 6th ഇവിടം വരെ കേട്ടോ എന്ന് പറയുമ്പോൾ 2nd term, 3rd term, 4th term, 5th term, 6th term. ഇതാണ് 2nd to 6th എന്ന് പറയുമ്പോൾ 5 പേർ. 5 പേര് എന്ന് പറയുമ്പോഴും ഓഡ് നമ്പർ ആണ്. 5 പേര്, 5 എണ്ണം കൂട്ടുക എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറിന്റെ എണ്ണമാണ് കൂട്ടുന്നത്. ഈവൻ നമ്പർ 6 അല്ല, 5 ടൈംസ്. ഈ 5 ടൈംസിന് സമയം എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു മിഡിൽ ടൈം എന്നാണ് അർത്ഥം. ഓക്കെ, എന്ന് പറയും. ഈ 5 പേരെ കൂടെ നിങ്ങളൊന്ന് കൂട്ടിക്കുമോനെ. എനിക്ക് 5 പേരെ ഒന്ന് കൂട്ടി കാണിക്കാം. 5 പേര് ഏതൊക്കെയാ? 2nd തൊട്ട് 6th വരെ ആരൊക്കെ തമ്മില? 5 8 13, 13 11 24, 24 14 38, 38 17 55. ശരിയല്ലേ മോനെ? 55 വരെ അല്ലേ? 55 കറക്റ്റ്. നിങ്ങൾ നോക്കിക്കാൻ മോനെ, അതിന്റെ 5 ഇൻറ്റു മിഡിൽ ടൈം അല്ലേ എന്നോ? 5 ഇൻറ്റു കറക്റ്റ് ഇത്രയാണ് കേട്ടോ. ഇത്രയും പേരെ കൂട്ടത് കറക്റ്റ്. ഇവിടം തൊട്ട് ഇവിടം വരെ കറക്റ്റ് മിഡിൽ വരുന്ന 4ാമത്തെ ടൈം. 2 തൊട്ട് 6 വരെ നിന്നാൽ നടുക്ക് നിൽക്കുന്നവൻ 4th ആണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിക്കേ, 2ാമത്തെ ടൈം തൊട്ട് 6ാമത്തെ ടൈം വരെ കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് മിഡിൽ ടൈമിൽ വരുന്ന 4ാമത്തെ ടൈമിന്റെ എത്ര ടൈംസാ? 5 മടങ്ങ്. 5 ടൈംസ് കൂട്ടുന്നുണ്ട്. 5 ഇൻറ്റു 3 ടൈംസ് വന്നപ്പോൾ 3 ഇൻറ്റു 5 ടൈംസ് വന്നാൽ 5 ഇൻറ്റു മിഡിൽ ടൈം. ദാറ്റ് ഈസ് 5 ഇൻറ്റു മിഡിൽ ടൈം എത്ര മോനെ? 5 ഇൻറ്റു 4th. 5 ഇൻറ്റു ഇവിടെ 4th ആയിരുന്നു മോനെ 11. കറക്റ്റ്. നിങ്ങൾക്ക് ആരെ കിട്ടി മോനെ? നേരത്തെ പോലെ 55 കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും? 2nd to 6th എന്ന് പറഞ്ഞാൽ 2nd ടൈം, 3rd ടൈം, 4th, 5th, 6th. ദാറ്റ് ഈസ് ആരെ മോനെ? 5 ഇൻറ്റു ഇറ്റ്സ് മിഡിൽ ടൈം. കറക്റ്റ് കണ്ട മോനെ? ഇവിടെയും 2 പേർ, അവിടെയും 2 പേർ. ഇയാളെ നടക്കല്ലേ? അപ്പോൾ 4ാമത്തെ ടൈമിന്റെ 5 മടങ്ങ്. 4ാമത്തെ ടൈം ഇവിടെ തന്നേക്കുന്നത് 8. അതിന്റെ 5 മടങ്ങ് 5 ഇൻറ്റു 8 40 കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 to 7, 1 തൊട്ട് 7 വരെ. 1ാമത്തേത്, 2ാമത്തേത്, 3ാമത്തേത്, 4ാമത്തേത്, 5ാമത്തേത്, 6ാമത്തേത്, 7ാമത്തേത്, അങ്ങനെയാ കൂട്ടുന്നത്. അപ്പൊ 1 തൊട്ട് 7 വരെ കൂട്ടാൻ പറഞ്ഞാല് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 പ്ലസ് x7. ഇത്രയും. ഇതും ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആണ്, ഒറ്റ സംഖ്യകളെ എണ്ണം കൂട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറക്റ്റ് അതിനെ 7 ഇൻറ്റു മിഡിൽ ടൈം എന്ന് നമുക്ക് എഴുതാം. 7 ഇൻറ്റു മിഡിൽ, ദാറ്റ് ഈസ് 7 ഇൻറ്റു മിഡിൽ എത്ര മോനെ? നോക്കി കറക്റ്റ് 4ാമത്തെ ടൈം അല്ലേ മോനെ മിഡിൽ? ഇങ്ങോട്ട് 3 പേർ, ഇങ്ങോട്ടും എത്ര പേരാ? 3 പേർ. 4ാമത്തെ ടൈം ആണ് മിഡിൽ ടൈം. ദാറ്റ് ഈസ് 7 ഇൻറ്റു 4th. ദാറ്റ് ഈസ് 7 ഇൻറ്റു 4th എത്ര മോനെ? 4th ടൈം ഈസ് 8 ആൻഡ് 7 ഇൻറ്റു 8 ആൻസർ ആരാണ്? 56. കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ, അടിപൊളി ലോജിക് നിങ്ങൾ പഠിച്ചു. ഇനി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. വിശ്വസിക്കാമല്ലോ അല്ലേ? മനസ്സിലായല്ലോ? ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഞാൻ ഒന്നുകൂടെ പറയുവാണ്, നമ്മുടെ ചാനലൊക്കെ എല്ലാവരും എത്തേണ്ടത് നിങ്ങൾ വഴി ആയിരിക്കണം. നമുക്ക് അതിൽ കൂടുതൽ ഒത്തിരി പൈസ കൊടുത്ത് പ്രൊമോഷൻ ചെയ്യാനൊന്നുള്ള പരിപാടിയില്ല. ആൾക്കാർ കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അത് മനസ്സിലാവുന്നതിൻ്റെയും ഇതൊരു പ്രയോജനമുള്ളതാണെന്ന് മനസ്സിലാക്കുന്നവരാണ് ഇത് കൂടുതലും ഷെയർ ചെയ്ത് ആൾക്കാരിൽ എത്തിക്കുന്നത്. അത് നിങ്ങൾക്ക് തോന്നിയാൽ ഉറപ്പായിട്ടും ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഇതേപോലെ ക്ലാസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഫുൾ ക്ലാസ്, ഫുൾ ക്വസ്റ്റ്യൻസ്, ഫുൾ മെത്തേഡ്, സിമ്പിൾ മെത്തേഡ് എല്ലാം കിട്ടും. ജോയിൻ ചെയ്യാം. ഓക്കെ, 1 ഇയറിന് ഇത്രയും മാത്രം, വേറെ ഒന്നുമേ ഇല്ല. വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ 1 ഇയർ.
നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. ഫുൾ ക്ലാസ്, നോട്ട്സ്, ഇക്വേഷൻ ബുക്കിലെറ്റ്, ക്വസ്റ്റ്യൻ പാക്കേജ്, നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ്, നിങ്ങൾക്ക് പഠിക്കേണ്ട ഓർഡർ ഓഫ് ചാപ്റ്റേഴ്സ്, ഓർഡർ ഓഫ് ടോപ്പിക്സ് എല്ലാം തരും. എക്സാമിന് ഏത് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ചാപ്റ്ററിൽ നിന്നും വരുന്നതെന്നുള്ളത് തരും. പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ മാക്സിമം കാണുക. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.